സത്യമറിയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരു വ്യക്തിയും സത്യസന്ധനായിരിക്കാൻ തയ്യാറാകുന്നില്ല. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല, എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും. സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ തൃപ്തിയുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും. ദുഷ്ടൻ, പാമ്പ് ഇവയിൽ ഒന്നിനെ സ്വീകരിക്കേണ്ടി വന്നാൽ പാമ്പിനെ സ്വീകരിക്കുക. സ്വയരക്ഷയ്ക്കല്ലാതെ പാമ്പ് ആക്രമിക്കുകയില്ല. ജീവിതം സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ്. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ സന്തോഷം ലഭിച്ച കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. ഓരോ മനുഷ്യർക്കും അവരവരുടേതായ വിലയുണ്ട്. പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. ആളുകളുടെ വികാരത്തെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത്. അത് കളിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. സന്തോഷത്തിന്റെ പൂർണ്ണമായ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ അത് പങ്കിടാൻ ഒരാൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ജീവിതം വെച്ചു നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി സ്വയം ആർജിച്ചെടുക്കുക. എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന ദൃഢനിശ്ചയമെടുക്കുക. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യ ജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യരുത്. ഓരോന്നിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. നിങ്ങൾ സ്വന്തം മനസ്സിലെ മാലിന്യം ആദ്യം കളയുക. പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും പരസ്പരം മറന്നു പെരുമാറുന്നു. സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല, സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു നിമിഷം പോലും വേണ്ട. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതെന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പരാജയങ്ങളെ സാധാരണ സംഭവങ്ങളായി കണക്കാക്കി അടിപതറാതെ ശുഭപ്രതീക്ഷകളുമായി ജീവിതത്തെ നേരിടുക. ഒരു ദുരന്തം സംഭവിച്ചതിൽ കരയരുത്. പകരം അത് അവസാനിച്ചതിൽ ആശ്വസിച്ച് പുഞ്ചിരിക്കുക. പരാജയങ്ങൾ ഒരു പാഠമാണ്. ജീവിതത്തെ പരാജയത്തിലൂടെ പഠിക്കുന്നവരാണ് അതിനെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത്. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്.
കാരണം മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യ ബോധമില്ല. ഇന്നലെ വരെ എന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. ശരികൾ പിന്തുടരുക, തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുക. കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. ഉത്തരവാദിത്വ ബോധം, ആത്മാർത്ഥത എന്നീ ഗുണങ്ങളുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓർക്കുക, ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയെന്ന് വരും. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഓരോ ചെറിയ അവസരത്തിനായും കാത്തിരിക്കുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പരിശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം. നിങ്ങളെ മറ്റുള്ളവർ അസ്വസ്ഥരാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത്. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നിങ്ങളുടെ ജോലിയല്ല. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. നല്ലതിനാണെന്ന് മാത്രം വിശ്വസിക്കുക. ചിലരുടെ കടന്നുവരവും ചിലരുമായുള്ള അടുപ്പവും ചിലരിൽ നിന്നുള്ള അകൽച്ചയും. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അസൂയ, വൈരാഗ്യം, തിന്മ, അലസത, ലക്ഷ്യബോധമില്ലായ്മ എന്നിവ ചതിക്കാൻ സാധ്യതയുള്ളവരുടെ ലക്ഷണങ്ങളാണ്. ചിന്തിക്കുക, പ്രശ്നപരിഹാരത്തിന് എപ്പോഴും ഒരു പുതിയ വഴി മുന്നിലുണ്ടാകും. അത് കണ്ടെത്തുക. അതായിരിക്കും ജീവിത വിജയത്തിന് ആധാരം. വിധിയിൽ വിശ്വസിച്ചു മാത്രം നേട്ടമുണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ വിഷമഘട്ടത്തിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ ആശ്വസിപ്പിച്ചവരെ നമ്മൾ എന്നും കൂടെ നിർത്തണം. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാകുകയുള്ളൂ. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിതം സുന്ദരമാണ്. അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണെന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പളുങ്കുപാത്രമാണ് ജീവിതം. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാവണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച്
ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും, ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതെന്തും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പരാജയങ്ങളെ സാധാരണ സംഭവങ്ങളാക്കി കണക്കാക്കി അടിപതറാതെ ശുഭപ്രതീക്ഷകളുമായി ജീവിതത്തെ നേരിടുക. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചകളിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ഭാവി തീരുമാനം, വർത്തമാനം, ദുഃഖങ്ങൾ ഇവ മൂന്നും ആരോടും പങ്കുവയ്ക്കരുത്. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല, എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നല്ലതാണെന്ന ബോധ്യമായാൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ ദുഃഖങ്ങൾ എത്രയധികം പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തും. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. സൗന്ദര്യം ശ്രദ്ധയെ ആകർഷിക്കുന്നു, എന്നാൽ നല്ല സ്വഭാവം ഹൃദയത്തെ ആകർഷിക്കുന്നു. എല്ലാ പടിയിറക്കങ്ങളും വേദനയുടേതല്ല. ചില പടിയിറക്കങ്ങളിൽ നിന്നാണ് നമ്മൾ നമ്മളാവുന്നതും മുൻപത്തേക്കാൾ മനോഹരമായി ചിരിച്ചു തുടങ്ങുന്നതും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിന്റെ ഒഴുക്കിനും തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. വിനയവും എളിമയും തന്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ദുർബലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എന്നാൽ ക്ഷമ ശക്തിയുടെ ആയുധമാണ്. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. എല്ലായ്പ്പോഴും മിതമായി മാത്രം മേക്കപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ പൊതുവെ
കൂടുതൽ ആത്മധൈര്യം ഉള്ളവരായിരിക്കും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ലളിതമായി തുടങ്ങുന്നു. അതുപോലെ തന്നെ മഹത്തരമായ കാര്യങ്ങളിൽ നിസ്സാരമായി കണക്കാക്കി ഒഴിവാക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.